മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചു എന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ. കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. പിശക് പറ്റിയ ചിത്രം പങ്കുവച്ചത് താനല്ല എന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാളാണെന്നും N സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകി. ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സുബ്രഹ്മണ്യന്റെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പിന്നീട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും സർക്കാരിനുമെതിരെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. താൻ പോസ്റ്റ് ചെയ്ത 2 ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇപ്പോ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. എന്നാൽ പിശകു പറ്റിയ ചിത്രം തന്റെ സഹായിയാണ് പോസ്റ്റ് ചെയ്തതെന്ന മൊഴിയാണ് സുബ്രഹ്മണ്യൻ പോലീസിന് നൽകിയത്. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് ഇരട്ടത്താപ്പെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. സത്യത്തില് പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്തു പിടിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. N സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസറുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോരെ, വിളിച്ചാൽ പോരെ, വരില്ലേ? എന്തിനാണ് ഈ നടപടി? അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും ചേവായൂർ CI പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.